അപ്പോൾ ചങ്ങന്മാരെ നമ്മളെ ആക്റ്റീവേൻ്റെ സെക്കൻഡ് പാർട്ടാണ്. പിന്നെ പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് പുട്ടിയും കാര്യങ്ങളൊക്കെ ഇട്ടാണ്ട് ലെവലിലാക്കി വെച്ചതാണ്. ഇപ്പോൾ ഫുൾ വർക്ക് ഏതാണ്ട് തീരാനായി. ഇനി പെയിൻറ്റിങ് കഴിഞ്ഞാണ്ട് ഇറങ്ങാനുള്ളൂ. ഓക്കെ, പെയിൻറ്റിങ് കഴിഞ്ഞ സാധനങ്ങളായിട്ട് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ നിന്ന് തന്നെയാണ് ഫുൾ ഫിറ്റിങ്സ്. ഓക്കെ, എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. പെയിൻറ്റിങ് അതേമാതിരി സിൽവർ, ബ്ലാക്ക്, മാറ്റ് ബ്ലാക്ക് എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇതാണിപ്പോൾ നമ്മുടെ വണ്ടീൻ്റെ ഫുൾ രൂപം. വർക്ക് കഴിഞ്ഞിട്ടുള്ള ഫുൾ ഫോട്ടോ ഈ കാണുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഏതാണ്ട് മാറ്റിയ സാധനങ്ങളെന്ന് പറഞ്ഞാൽ മിറർ, അതേമാതിരി സീറ്റ് കവർ, അതേമാതിരി മീറ്റർ ഗ്ലാസ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഇതിന് മാറ്റേണ്ടി വന്നിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് കൂടുതൽ അത്യാവശ്യം പൈസ ഇറങ്ങിയിട്ടില്ല, വലിയ പൈസ ഇറങ്ങിയിട്ടില്ല. മാക്സിമം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പെയിൻറ്റിങ്ങും അതേമാതിരി മാറ്റ് പെയിൻറ്റും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മാറ്റി കൂട്ടുകയെന്നുണ്ടെങ്കിൽ ഒരു 7,000 രൂപേൻ്റെ അടുത്താണ് ഇപ്പോൾ നമുക്ക് ടോട്ടൽ ചിലവ് വന്നിട്ടുള്ളൂ. പെയിൻറ്റിങ് അടക്കം കേട്ടോ, പെയിൻറ്റിങ് അതേമാതിരി എല്ലാ വർക്ക് അടക്കം 7,000 രൂപേൻ്റെ അടുത്താണ് ഇപ്പോൾ നമുക്ക് ചിലവ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇതിപ്പോൾ റിന്യൂവൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള വർക്കാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ റിന്യൂവൽ കാണിക്കാനുള്ളൂ. റിന്യൂവൽ നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ വണ്ടി ഓക്കെയാണ്. ഓക്കെ, ഇതാണ് മീറ്റർ ഗ്ലാസ് മാറ്റിയത്. മീറ്റർ ഗ്ലാസ് മാറ്റിയാൽ തന്നെ മീറ്റർ പുത്തൻ മാരിക്കുണ്ടാവും, അതിനൊന്നും വലിയ വില വരുന്നില്ല. പിന്നെ ആ ഫ്രണ്ടിൽ ഫോർക്കിൻ്റെ ഹബിൻ്റെ ഒരു കവറുണ്ട്, 2 കവറ്, പിന്നെ അതാണ് മാറ്റിയിട്ടുള്ളത്. അത് 2 പീസിനാകെ 80 രൂപ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി ആർക്കെങ്കിലും ഇതേമാതിരി വണ്ടി റിന്യൂവൽ എടുക്കാണ്ടെന്നുണ്ടെങ്കിൽ, തെറ്റിക്കിടക്കണതോ ഇനി അതേമാതിരി പേപ്പറായ വണ്ടികളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിളിക്കാം. റിന്യൂവൽ എടുത്തിട്ട് വണ്ടി ഫുൾ വർക്ക് എടുത്തിട്ട് റിന്യൂവൽ എടുത്തിട്ട് നമ്മൾ വണ്ടി തരും. ഓക്കെ, പെയിൻറ്റിങ് മാത്രമാണെന്നുണ്ടെങ്കിൽ വലിയ ചാർജ് ഉണ്ടാവില്ല. ഓക്കെ, എല്ലാവരും കണ്ടിട്ട് കോൺടാക്റ്റ് ചെയ്യും.